ദീപിക പദുകോൺ അവരുടെ കരിയറിന്റെ പരകോടിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് ലോകത്തോടൊരു കാര്യം വിളിച്ചു പറയുന്നു. ഞാനൊരു മാനസിക പ്രശ്നം നേരിട്ട് അതിൽ നിന്നും റിലീഫായി വന്ന വ്യക്തിയാണെന്ന്. എനിക്ക് ഡിപ്രഷൻ എന്ന മാനസിക അവസ്ഥ ഉണ്ടായിരുന്നു എന്ന്. ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ആദ്യം 3 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. എന്തുകൊണ്ട് ചിലർക്ക് ജീവിതത്തിൽ പണം ഉണ്ട്, കുടുംബ ബന്ധമുണ്ട്, നല്ല ജോലിയുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എന്നിട്ടും സന്തോഷിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ട് എല്ലാവരോടും സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ തകർന്ന് കരയുവാൻ തോന്നുന്നത്? പിന്നെ ഏറ്റവും വലിയ ചോദ്യം, ഡിപ്രഷൻ ശരിക്കും ഒരു സങ്കടം മാത്രമാണോ, അതോ നമ്മുടെ തലച്ചോറിൽ നിശബ്ദമായി നടക്കുന്ന ഒരു രോഗമാണോ? പലരും ഇന്ന് ഡിപ്രഷനെ മനക്കരുത്തില്ലായ്മ എന്നും ഒന്ന് പോസിറ്റീവായി ചിന്തിച്ചാൽ മാറുന്ന അവസ്ഥ എന്നുമെല്ലാം കരുതുന്നു. പക്ഷേ ശാസ്ത്രവും സൈക്കോളജിയും പറയുന്നത് മറ്റൊന്നാണ്. നമ്മുടെ വികാരങ്ങളും ചിന്തകളും പ്രതീക്ഷകളും ഇവയെല്ലാം നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ, അതിൽ സംഭവിക്കുന്ന ഒരു നിർണായകമായ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട ഒരു യഥാർത്ഥ അവസ്ഥയാണ് ഡിപ്രഷൻ. അതിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും പുറത്ത് കാണാനാകില്ല, പക്ഷേ അതൊരാളുടെ ജീവിതം നിശബ്ദമായി തകർത്തുകൊണ്ടിരിക്കാം. ഈ നിമിഷം ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും നിശബ്ദമായി ഡിപ്രഷനോട് പോരാടുന്നുണ്ടാകാം. നിങ്ങൾ അത്തരമൊരു വ്യക്തിയാണെങ്കിൽ ഒരു കാര്യം മാത്രം ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിന് അളക്കാനാവാത്ത വിലയുണ്ട്. ഇതൊരു പരിഹാരമില്ലാത്ത പ്രശ്നമല്ല. ഇതിനെ എങ്ങനെ നേരിടണം, എന്തൊക്കെ മാർഗങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നിവയെല്ലാം അറിയുവാനായി വീഡിയോ മുഴുവനായും കാണുക. ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക.